പെരുമ്പാമ്പുകളിൽ ഏറ്റവും ആക്രമണ സ്വഭാവമുള്ളതാണ് റെറ്റിക്കുലേറ്റഡ് ഇനത്തിൽപ്പെട്ടത്. പാമ്പുകൾ തമ്മിലുള്ള ആക്രമണത്തിലാണ് തിരുവനന്തപുരം മൃഗശാലയിൽ 2 പെരുമ്പാമ്പിന് പരിക്കേറ്റത്. 20ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. റെറ്റിക്കുലേറ്റഡ് ഇനത്തിൽപ്പെട്ട ഈ പെരുമ്പാമ്പിന്റെ ശരീരത്തിലെ മുറിവ് ഉണങ്ങാൻ 1 മാസമെങ്കിലും സമയമെടുക്കും. നട്ടലിന് പരിക്കേറ്റതിനാൽ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. സൂ വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരണിന്റെ നേതൃത്വത്തിലാണ് പാമ്പുകൾക്ക് ചികിത്സ. വളരെ ഡീപ്പായിട്ട് മസിൽ വരെ കട്ടായി പോകുന്ന രീതിയിലുള്ള വലിയ വലിയ മുറിവുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെരുമ്പാമ്പിന് വരിവരിയായി പല്ലുകളുണ്ട്. നമുക്ക് കാണുന്ന മറ്റ് പാമ്പുകളെ, വിഷപ്പാമ്പുകളെ പോലെ ഫാങ്സ് അല്ല, പകരം ചെറിയ ചെറിയ പല്ലുകളാണ്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് കടിക്കാൻ അതിന് സാധിക്കും. മാത്രമല്ല റെറ്റിക്കുലേറ്റഡ് പൈത്തൺ സ്ലഗ്ഗിഷായിട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനും കടിച്ച് മുറിവേൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ അത് ഇൻഫൈറ്റിംഗ് ആകാമെന്നൊരു നിഗമനമാണ്. 15 ദിവസത്തിലൊരിക്കലാണ് ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത്. അതിനാൽ ഭക്ഷണം കഴിക്കുമോ എന്ന് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം മെയിൻ കേജിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സെപ്പറേറ്റ് കേജിനകത്തേക്ക് നമ്മൾ അതിനെ പാർപ്പിച്ചേക്കാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യ ദിവസം അതിനെ കിട്ടുന്ന സമയത്ത് വളരെ അവശ്യ നിലയിലായിരുന്നു. ഇപ്പോൾ അത് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പെരുമ്പാമ്പിൻ്റെ ഫീഡിങ് നമുക്കൊരു 15-20 ദിവസത്തിലൊരിക്കലായതുകൊണ്ട് അത് തീറ്റ എടുത്ത് തുടങ്ങിയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അത് നോർമൽ ബിഹേവിയറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് പാമ്പുകളെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഗ്രീൻ അനാക്കോണ്ടയ്ക്കും ബർമീസ് പൈത്തനും ശേഷം 3ാം സ്ഥാനമാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആഷ്ലി ചേരുന്നു. ആഷ്ലി, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളാരും ഉപേക്ഷിച്ച് പോയ വലയിൽ കുടുങ്ങിയതല്ല, ആരെങ്കിലും കെണി വെച്ചതല്ല, ഉപദ്രവിച്ചതല്ല. ഇത് രണ്ടുപേരെയും ഒന്ന് ഗുണദോഷിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. തമ്മിൽ അടികൂടിയതാണ്. ഗുഡ് മോർണിംഗ് മോത്തി പറഞ്ഞ പോലെ ഇപ്പം മൃഗശാലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുന്ന വിഭാഗമാണ് പാമ്പുകൾ. അപ്പോൾ ഈ പ്രത്യേകിച്ചും തിരുവനന്തപുരം മൃഗശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും ഇവരെ. അപ്പോൾ ആ 2 പേരാണ് ഇപ്പോൾ അടി കൂടിയിരിക്കുന്നത്. ഇവർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിയൊക്കെ കൂടി ചെറിയ പരിക്കേറ്റ് ഈ കിടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മൃഗശാല അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെയാണ് ഇവരെ എടുത്ത് വേണ്ട ചികിത്സ നൽകുന്നത്. മൃഗശാലയിൽ തന്നെയുള്ള വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടിയായിരുന്നു ചികിത്സ. കഴിഞ്ഞ ദിവസം തന്നെ ഈ ശസ്ത്രക്രിയയും ചെയ്യേണ്ടി വന്നു. ഈ 2 പാമ്പുകൾക്കും നട്ടലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മൾ ഈ മൃഗശാലയുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യുമ്പോൾ മറ്റ് മൃഗങ്ങളിലേക്ക്, ഇപ്പോൾ ഇവിടെ മാനിന് രോഗം ബാധിച്ച വാർത്തയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാമ്പുകൾ ഇത്തരത്തിൽ പരസ്പരം അടിയുണ്ടാക്കി ഇത്തരത്തിൽ പരിക്കേറ്റ് ഇതുപോലൊരു സർജറി ചെയ്യേണ്ട അവസ്ഥ, ആ ഒരു വാർത്തയും നമ്മൾ ഇതുവരെയും കേട്ടിട്ട് പോലുമില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഈ 2 പാമ്പുകളെയും ഇപ്പോൾ വേറെ വേറെ കൂട്ടിലെ ആക്കിയിട്ടുണ്ട്. അതിന് ഈ 15 ദിവസമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം. 15 ദിവസം ഗ്യാപ്പ് ഇടപെട്ടിട്ടാണ് ഇതിന് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഭക്ഷണം നൽകിയിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് മെല്ലെ ആഹാരമൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഇത് 2 പാമ്പുകളും ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ മൂന്നാമതായി കൂടുതൽ കണ്ടുവരുന്ന ഒരു പാമ്പാണ്. അതായത് ഇപ്പോൾ ഈ ആനാക്കോണ്ട നമ്മൾ കേട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ബർമീസ് പൈത്തൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും ഒരു ഗ്ലാമർ സ്വഭാവമുള്ളൊരു പാമ്പ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ് മൃഗശാല അധികൃതരും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതും.